ശബരിമല ക്ഷേത്രത്തിൻ്റെ മുകളിൽ കൂടി ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നു. വലിയ ആശങ്ക ഉണ്ടാക്കി ശബരിമലയിലും കേരളത്തിലെ പോലീസിൻ്റെ മുമ്പിലുമൊക്കെ. ആരാണ് എന്തിനാണ് ശബരിമലയുടെ മുകളിൽ കൂടി ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നത്? കഴിഞ്ഞ വ്യാഴാഴ്ച 16/4/2027 കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 മണിക്കാണ് ശബരിയുടെ മുകളിൽ കൂടെ ഈ ഹെലികോപ്റ്റർ പറക്കുന്നത് കാണപ്പെട്ടത്. ഹെലികോപ്റ്റർ കൊച്ചിയിൽ നിന്ന് പോയതാണ്. 60 മുതൽ 80 മൈൽ വരെ സ്പീഡിലാണ് ഹെലികോപ്റ്റർ പറക്കുന്നത്. CG-821 എന്ന ഹെലികോപ്റ്ററാണത്. കോസ്റ്റൽ ഗാർഡിൻ്റെ ഹെലികോപ്റ്ററാണത്. അവരെ പരിശീലന പറക്കലിൻ്റെ ഇടയിൽ ആണ് കാലാവസ്ഥ മാറിയപ്പം പെട്ടെന്ന് ശബരിമലയുടെ ഭാഗത്തേക്ക് ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നു പോകേണ്ടി വന്നു. അത് പിന്നെ കറക്റ്റ് ചെയ്ത് അവർ മടങ്ങി കൊച്ചിയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. കാലാവസ്ഥ മോശമായതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അതിന് മുൻകൂർ അനുമതിയൊന്നും വാങ്ങിച്ചിരുന്നില്ല. കാരണം അതേപ്പറ്റി അന്വേഷിക്കാൻ സ്പെഷ്യൽ കമ്മീഷണർ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നു. കാരണം ADGP ശ്രീജിത്തിന് അന്വേഷണം ഏൽപ്പിച്ചു കഴിഞ്ഞു. ശബരിമലയുടെ മുകളിൽ കൂടെ ഒരു ഹെലികോപ്റ്റർ പറക്കാൻ ഉണക്കണമെങ്കിൽ നേരത്തെ അനുമതി വേണം. ഇത് കാലാവസ്ഥ മോശമായപ്പോൾ അങ്ങോട്ട് പറക്കേണ്ടി വന്നു എന്നാണ് കോസ്റ്റൽ അവരുടെ അധികൃതർ ഇക്കാര്യത്തെപ്പറ്റി പറയുന്നത്. ഏതായാലും ഹെലികോപ്റ്ററിൽ 4 ആൾക്കാരുണ്ടായിരുന്നു. അതാരാണ് എന്നിപ്പോൾ അറിയണം. പൈലറ്റും വേറെ 3 പേരും കൂടെയാണ്. മൊത്തം 4 യാത്രക്കാരുണ്ടായിരുന്നു. അവർ ആരാണ്? അവർ പരിശീലന പറക്കലിന് ഉള്ളവരാണോ? അവിടുത്തെ സ്റ്റാഫാണോ? ഏതെങ്കിലും ഗസ്റ്റ് അതിനകത്തുണ്ടോ? അങ്ങനെ ആരെങ്കിലും അതിനകത്ത് കയറിയിട്ടുണ്ടോ എന്നൂടെ അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻ്റലിജൻസും ഒക്കെ ആ വിവരങ്ങൾ കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ 4 പേരുടെ പൈലറ്റിൻ്റെയും മറ്റ് 3 പേരുടെയും പ്രീസെൻ്റ് ക്യാരക്ടർ ഒക്കെ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ശബരിമലയിൽ നമുക്കറിയാം ഹൈ സെക്യൂരിറ്റിയുള്ള ഒരു ഏരിയയാണത്. അവിടെ ആർക്കെങ്കിലും ഏതെങ്കിലും രീതി ഒരു ഫ്ലൈറ്റ് ആ വഴി കടന്നു പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അനുവാദം വേണം. ഇവിടുത്തെ പോലീസിൻ്റെ സാങ്ഷൻ വേണം. കാരണം ത്രെട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ശബരിമല. അവിടുത്തെ സ്വർണ്ണമൊക്കെ കടത്തിക്കൊണ്ട് പോയാൽ നമുക്കറിയാം. ഇനി ആകെ സ്വർണ്ണം ഉള്ളത് ആ കൊടിമരത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. കൊടിമരത്തിൻ്റെ അവിടെ താഴ്ന്നു പറന്നു എന്നൊക്കെ വാർത്തയും വരുന്നുണ്ട്. എന്തായാലും ഇതേ സംബന്ധിക്കുന്ന ഒരു അന്വേഷണം ADGP ശ്രീജിത്ത് നടത്തി തുടങ്ങിക്കഴിഞ്ഞു. കാരണം കോസ്റ്റ് ഗാർഡ് ഇതേപ്പറ്റി ക്ഷമ പറഞ്ഞു കഴിഞ്ഞു. അത് കാലാവസ്ഥ മോശമായപ്പം അങ്ങോട്ട് മാറി പറക്കേണ്ടി വന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:15 നമുക്കറിയാം തിരുവനന്തപുരത്തൊക്കെ മഴ പെയ്തിരുന്നു. പത്തനംതിട്ടയിൽ മഴ പെയ്തിരിക്കാൻ സാധ്യത കൂടുതലുണ്ട്. 1:30 മണിക്ക് അതിഗംഭീരമായ മഴ തിരുവനന്തപുരത്ത് ഉണ്ടായി. ക്ലൗഡ്സുകൾ തീർച്ചയായിട്ടും പത്തനംതിട്ടയും തിരുവനന്തപുരം ഭാഗത്ത് ക്ലൗഡ്സ് ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുതന്നെയാണ് കോസ്റ്റ് ഗാർഡും പറയുന്നത്. അവർ കാലാവസ്ഥ മോശമായതുകൊണ്ടാണ് താഴ്ന്നു പറന്ന് പിന്നീട് പെട്ടെന്ന് അവിടുന്ന് മാറിപ്പോയെന്ന് പറയുന്നുണ്ട്. മഴ പെയ്തു എന്നുള്ളത് കാലാവസ്ഥ മോശമായെന്നുള്ളത് അവർ പറഞ്ഞത് ശരിയായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് മറ്റു രീതിയിലൊന്നും സംശയിക്കാൻ ഇടയില്ല. എങ്കിലും ആ ഫ്ലൈറ്റിൽ ആ ഹെലികോപ്റ്ററിൽ ആരൊക്കെയാണ് സഞ്ചരിച്ചതെന്നുള്ളത് അവർ ആൻറ്റിസിഡൻ്റൊക്കെ ഇനി അടിയന്തരമായിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതറിയണം. കാരണം ആ കാലാവസ്ഥ മോശമായെങ്കിലും അവിടെ എന്തുകൊണ്ടാണ് കൊടിമരത്തിൻ്റെ അവിടെ വന്നപ്പം ആ ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നത്? അതേപ്പറ്റി ആർക്കെങ്കിലും അത് കാണാനും വേണ്ടിയിട്ടായിരുന്നോ, ദുരുപയോഗം ചെയ്തതാണോ എന്നതിനെപ്പറ്റിയൊക്കെ അന്വേഷണം ഇനി നടക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതൊരു വാർത്തയായി ഇന്ത്യ മുഴുവനും വ്യാപിച്ചു. കാരണം കോസ്റ്റ് ഗാർഡിൻ്റെ ഈ ഹെലികോപ്റ്റർ ഒരു കാരണവശാലും ശബരിമലയുടെ മുകളിൽ കൂടെ പറക്കാൻ പാടില്ല. അതുപോലെ ത്രെട്ടുള്ള ഒരെണ്ണം പത്മനാഭസ്വാമി ക്ഷേത്രം, അവിടെ നമുക്കറിയാം. അത് സാധാരണ ഗതിയിലെ എയർപോർട്ടിലെ ഫ്ലൈറ്റുകളൊക്കെ പോകുന്നതും വരുന്നതുമൊക്കെ അറിയിച്ചുകൊണ്ടിരിക്കും. അത് ഇവിടുത്തെ ഇൻ്റലിജൻസിനും സ്പെഷ്യൽ ബ്രാഞ്ചിനും എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിലും അവൻ്റെ മുകളിൽ കൂടെ ഹെലികോപ്റ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ അറിയിക്കണം. അത് ആരാണ്, എന്താണ്, എന്ത് ഉദ്ദേശത്തിലാണ് പറക്കുന്നതെന്നൊക്കെ ഇപ്പോഴും അതേപ്പറ്റിയൊക്കെ തീർച്ചയായിട്ടും ഇൻറ്റിമേഷൻ കൊടുത്തിട്ടാണ് പല
ഹെലികോപ്റ്ററുകളും നമുക്ക് തിരുവനന്തപുരം നഗരത്തിൻ്റെ വിധാനത്തിൽ കൂടെയൊക്കെ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം പാറമേക്കാവിൻ്റെയൊക്കെ നമുക്കറിയാമല്ലോ. ആ ക്ഷേത്രത്തിൻ്റെയും വളരെ സെക്യൂരിറ്റി കൊടുക്കുന്ന ഒരു സ്റ്റേഷൻ തന്നെയാണ്. കേരളത്തിലെ ചില സ്ഥലങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ചില പുണ്യക്ഷേത്രങ്ങളും പള്ളികളും അങ്ങനെ സെക്യൂരിറ്റി ത്രെട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ താഴ്ന്നൊക്കെ പറക്കുമ്പം ആ വിവരങ്ങളൊക്കെ പോലീസിനെ അറിയിച്ചിട്ടാണ് സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്നത്. ഇവിടെ ശബരിമലയിലെ ഈ സംഭവം അത് വളരെയധികം പൊതുജനങ്ങളുടെ ശ്രദ്ധയും കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയൊക്കെ എത്തിയിരിക്കുന്നു. അത് അബദ്ധവശാലുണ്ടായതാണോ അതോ കാലാവസ്ഥയുടെ മാറ്റം കൊണ്ട് സംഭവിച്ചു പോയതാണോ എന്നൊക്കെ ഇനി ഒരു അന്വേഷണം നടക്കും എന്നാണ് ഞാൻ കരുതുന്നത്.